തീവ്രവാദികളായ ഭീരുക്കളുടെ ക്രൂരത പഹൽഗാമിൻ്റെ മനോഹാരിതയെ തന്നെ ഹൃദയഭേദകമായ കാഴ്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനെത്തിയ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ത് പ്രത്യായ ശാസ്ത്രമാണെങ്കിലും അതിൻ്റെ പേര് ഭീകരത എന്ന് തന്നെയാണ്. കയ്യിൽ ആയുധമില്ലാത്ത സ്നേഹം കൊണ്ട് കൈകോർത്തു വന്ന മനുഷ്യരുടെ നെഞ്ചത്തേക്കാണ് ഭീകരർ വെടിയുതിർത്തത്. പഹൽഗാമിലെ ഈ കാഴ്ച മനസ്സ് മരവിക്കുന്നതും ഹൃദയം തകരുന്നതുമാണ്. ഇത് ചെയ്ത ഭീകരരെയും ഭീകരതയും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഉന്മൂലനം ചെയ്യൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒളിച്ചിരുന്ന് നിരായുധരായ മനുഷ്യരുടെ ജീവനെടുത്ത ഭീരുക്കളായ തീവ്രവാദികളെ ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കണം. പൊലിഞ്ഞു പോയ 27ഓളം ജീവനുകൾ നമുക്ക് തിരിച്ചു കിട്ടില്ലായിരിക്കും. പക്ഷേ ഇനി ഒരിക്കലും ഒരുത്തൻ്റെ ശരീരത്തിലും, നമ്മുടെ ദേശത്തെ നമ്മുടെ രാജ്യത്തെ ഒരുത്തൻ്റെ ശരീരത്തിലും, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ വന്നിട്ട് നമ്മുടെ മനുഷ്യരുടെ മേൽ, നമ്മുടെ ദേശത്തെ ഓരോ സഹോദരി സഹോദരന്മാരുടെ ശരീരത്തിലും കൈവെക്കാത്ത വിധം ഒരു തീവ്രവാദിയെയും ഒരു ഭീകരതയെയും നമ്മുടെ രാജ്യത്ത് തുനിഞ്ഞു കയറാൻ അനുവദിക്കരുത്. കാരണം ഈ പഹൽഗാം ആക്രമണവും ഇതിനു മുമ്പ് നടന്ന ഓരോ ആക്രമണവും തുറന്നടിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും സങ്കട കാഴ്ചകളാണ്. വിജയ് നൽവാൾ എന്ന് പേരുള്ള കൊച്ചിയിൽ പോസ്റ്റിംഗ് ലഭിച്ച ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ ഹരിയാന സ്വദേശിയാണ്. വെറും 26 വയസ്സ് മാത്രം പ്രായം. വെറും 6 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹണിമൂണിനായി കാശ്മീരിലേക്ക് പോയതാണ്. അവിടെ വെച്ച് ഈ ഭീകരവാദികളുടെ തീവ്രമായ മനുഷ്യത്വമില്ലാത്ത ആക്രമണത്തിന് മുന്നിൽ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. മനുഷ്യത്വത്തിൻ്റെ ഒരു വില പോലുമില്ലാത്ത, മനുഷ്യത്വം തുളുമ്പാത്ത ഭീകരാക്രമണങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും സന്തോഷങ്ങളും ഓരോ കുടുംബത്തിൻ്റെയും സമാധാനവും സ്വസ്ഥതയും ഹാപ്പിനെസ്സുമാണ്. ഇതാദ്യമായിട്ടല്ലല്ലോ. 2014 ഉറി ആക്രമണം 11 പേർ കൊല്ലപ്പെട്ടു. 2016 പട്ടാൻകോട്ട് താവള ആക്രമണം 7 പേർ കൊല്ലപ്പെട്ടു. 2017 അമർനാഥ് തീർത്ഥാടക ആക്രമണം 7 പേർ കൊല്ലപ്പെട്ടു. 2019 പുൽവാമ ആക്രമണം 40 പേർ കൊല്ലപ്പെട്ടു. 2024 റിയാസി തീർത്ഥാടക ആക്രമണം 24 പേർ കൊല്ലപ്പെട്ടു. 2025 പഹൽഗാം ആക്രമണവും 28 പേർ നിലവിൽ മരണപ്പെട്ടു കഴിഞ്ഞു. പ്ലീസ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ആര് ചെയ്തതാവട്ടെ, ഏത് കൊലകൊമ്പത്തുള്ള ഏത് ഭീകര സംഘടനയായാലും അവരുടെ മുഖം മൂടി അഴിച്ച് പുറത്ത് കൊണ്ടുവരണമെന്ന് ഓരോ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയ്ക്ക് ഞങ്ങളും അപേക്ഷിക്കുകയാണ്.